ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ടെല്ലാ പി എസ് സിയിലേക്ക് സ്വാഗതം. രസതന്ത്രത്തിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂലകങ്ങളും അവയുടെ വർഗീകരണം എന്നുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാം, കെമിസ്ട്രിയുടെ ഏത് സിലബസ് എടുത്താലും, ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ, ഏത് സിലബസ് എടുത്താലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ മൂലകങ്ങളും അവയുടെ വർഗീകരണം എന്നുള്ളത്. കെമിസ്ട്രിയുടെ ബേസ് ആണിത്. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണം എന്ന് പറയുമ്പോൾ മൂലകം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മൂലകം എന്നുള്ളതും അവരെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വർഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്, ആക്ച്വലി പീരിയോഡിക് ടേബിൾ എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ മൂലകം എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്ലൈഡിൽ, ഈ കാണുന്നൊരു സ്ലൈഡിൽ മൂലകം എന്താണ്, സംയുക്തം എന്താണ് എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂലകങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ, മൂലകം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ സംയുക്തങ്ങൾ എന്താണ് എന്നുള്ളതും കൂടെ മനസ്സിലാകുമ്പോൾ, ഒരുമിച്ച് മനസ്സിലാകുമ്പോഴാണ് അതിനൊരു വ്യക്തത വരും. അപ്പോൾ ഏതായാലും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ചിലർക്ക് അങ്ങനെ വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഇത് വായിച്ചിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ് നേരെ. അതിനുശേഷം ഞാൻ വീണ്ടും ഈ സ്ലൈഡിലേക്ക് മടങ്ങി വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നമുക്ക് നോക്കാം എന്താണ് മൂലകങ്ങൾ, എന്താണ് സംയുക്തങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയെ മൂലകങ്ങളെന്നും സംയുക്തങ്ങളെന്നും വേർതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ, ജലം, സ്വർണം, ഉപ്പ്, വെള്ളി, പഞ്ചസാര, ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞാണ് ഓപ്ഷൻ തന്നെ. ഹൈഡ്രജൻ 2 തവണ വന്നല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. മൂലകങ്ങളെന്നും സംയുക്തങ്ങളെന്നും തരംതിരിക്കാൻ പോവാണ്. അങ്ങനെ തരംതിരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും എന്താണ് മൂലകം, എന്താണ് സംയുക്തം എന്നുള്ളത്. ആ ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും തൊട്ട് മുമ്പത്തെ സൈഡിലേക്ക് മടങ്ങി വരാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മൂലകങ്ങൾ എന്താണ്, സംയുക്തങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് ജലം എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ജലം എന്ന് പറയുന്നത് ഒരു സംയുക്തമാണ്. ഞാൻ സംയുക്തങ്ങളെയെല്ലാം ഒരു ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക അല്ലേ. സംയുക്തങ്ങൾ, ജലം എന്ന് പറയുന്നത് ഒരു സംയുക്തമാണ്. ജലം എന്ന സംയുക്തത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ H2O എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജലത്തിനെ നമ്മൾ H2O എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ H2O എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? H2 ഹൈഡ്രജൻ 2 എണ്ണം, O എന്ന് പറയുന്ന ഓക്സിജൻ 1 എണ്ണം. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജലം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഒന്നിലേറെ ആളുകൾ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരാളും ഓക്സിജൻ എന്ന് പറയുന്ന ആളും, അപ്പോൾ 2 പേരായി. അപ്പോൾ ഒന്നിലേറെ ആളുകൾ ചേർന്നപ്പോഴാണ് എന്ത് കിട്ടിയത്? നമുക്ക് ഈ പറയുന്ന ജലത്തെ കിട്ടിയത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അത്തരത്തിൽ ഒന്നിലേറെ ആളുകൾ ചേർന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സംയുക്തങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ കിട്ടും. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ സംയുക്തമാണോ? ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് H എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, ഹൈഡ്രജൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്തല്ല? സംയുക്തമല്ല. ഇനി അടുത്തൊരാളെ നമുക്ക് നോക്കാം. സ്വർണം എന്ന് പറയുന്ന ആൾ, ജലത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്വർണം എന്ന് പറയുന്ന ആൾ, അത് AU എന്ന് പറയുന്ന, ഓറം എന്ന് പറയുന്ന ലാറ്റിൻ നമ്മളുള്ള ആളാണ്. അതൊക്കെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. സ്വർണത്തെ നമ്മൾ സിമ്പൽ ചെയ്യുന്ന AU എന്നാണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന, സ്വർണം എന്ന് പറയുന്ന ഒരാൾ മാത്രമേ അതിലുള്ളൂ, വേറെ ആരും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന സ്വർണ്ണമാണെങ്കിൽ അതിൽ ചെമ്പ് കുറച്ചൊക്കെ കലർന്നിട്ടുണ്ട്. അത് ആ ആഭരണത്തിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട്, ഒരു എന്താ പറയുക, ഒരു ദൃഢത കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുക. എന്നാൽ സ്വർണം എന്ന് പറഞ്ഞാൽ അതിൽ സ്വർണം മാത്രമാണ്. ആക്ച്വൽ സ്വർണം എന്ന് പറഞ്ഞാൽ അതിൽ സ്വർണം മാത്രമാണ്. അപ്പോൾ അവിടെ വേറെ ആരും വന്നിട്ടില്ല. അങ്ങനെ വേറെ ആരും വരാത്തത് കൊണ്ട് സ്വർണവും എന്ത് തന്നെയാണ്? ഒരു മൂലകമാണ്, ഒരു എലമെൻ്റ് ആണ്. അടുത്തത് ഉപ്പാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ അവൻ്റെ കെമിക്കൽ നെയിം സോഡിയം ക്ലോറൈഡ് എന്നാണ് അല്ലേ. NaCl എന്ന് എഴുതുക. സോഡിയത്തിനെ നമ്മൾ Na കൊണ്ടും Clനെ എന്ന് വെച്ചാൽ ക്ലോറിൻ എന്നുമാണ് നമ്മൾ പറയുക. അപ്പോൾ സോഡിയം എന്ന് പറയുന്ന ഒരാളും ക്ലോറിൻ എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്നിട്ടാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടായത്. അപ്പോൾ ഉപ്പിൽ ഒന്നിലേറെ ആളുകളില്ലേ? അതെ, ഉപ്പിൽ ഒന്നിലേറെ ആളുകളുണ്ട്. അതുകൊണ്ട് ഉപ്പും എന്തിൻ്റെ കാറ്റഗറിയിൽ വരും? സംയുക്തങ്ങളുടെ കാറ്റഗറിയിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വെള്ളിയാണ്. വെള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അർജൻറ്റം എന്നാണ് വെള്ളിയുടെ എന്താ പറയുക, പ്രതീകം എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുക. Ag കൊണ്ടാണ് അവനെ നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ അതിൽ വെള്ളി എന്ന് പറയുന്ന ഒരാൾ മാത്രമായിരിക്കും ഉണ്ടാകുക കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. അടുത്തത് പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് ഫോം എന്ന് പറയുമ്പോൾ അത് ഗ്ലൂക്കോസ് ആണ്. ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ഷുഗർ എന്ന് പറയുന്ന പഞ്ചസാര സൂക്രോസ് ആണ്. അപ്പോൾ എന്തായാലും ഈ പഞ്ചസാര ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, സൂക്രോസ് ആയിക്കോട്ടെ, അതിലെല്ലാം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിങ്ങനെ 3 പേരാണ് ചേർന്നിട്ടുള്ളത്. ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല ആണെങ്കിൽ C6H12O6 എന്നാണ് പറയുക. അപ്പോൾ അതിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. 3 പേര് ചേർന്നിട്ടാണ് അത് രൂപം കൊണ്ടത്. അപ്പോൾ ഒന്നിലേറെ മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് അതുണ്ടായത്. അങ്ങനെ ഒന്നിലേറെ മൂലകങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നവയെല്ലാം എന്താണ്? സംയുക്തങ്ങളാണ്. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ പറയുന്ന ആൾക്കാരെ ഞാൻ സംയുക്തമെന്നും മൂലകമെന്നും സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഹൈഡ്രജൻ അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, സോ അതൊരു മൂലകമാണ്. സോ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാർബൺ എന്ന് പറയുമ്പോൾ C എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ അത് മൂലകമാണ്, ഹൈലൈറ്റിൻ്റെ കാര്യമില്ല.
ഓക്സിജൻ അതും ഒരു മൂലകമാണ്, അതിൽ ഓക്സിജൻ മാത്രമാണ്, O മാത്രമാണുള്ളത്. അടുത്ത അമോണിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ്. NH3 അതിൽ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 പേര് കൂടിച്ചേർന്നു. അങ്ങനെ ഒന്നിലേറെ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് അമോണിയയും ഏത് കാറ്റഗറിയിൽ വരും? അമോണിയയും സംയുക്തം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അടുത്ത് നോക്കാം ചെമ്പാണ്. ചെമ്പെന്ന് പറയുമ്പോൾ കോപ്പറാണ്. കോപ്പർ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ അതിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അത് മൂലകമായിട്ട് വരും, സംയുക്തം ആവില്ല. അടുത്ത മീഥൈൻ ആണ്. മീഥൈൻ എന്ന് വെച്ചാൽ CH4 ആണ് അല്ലെ, CH4 എന്ന് പറയുന്ന മീഥൈനിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഒന്നിലേറെ ആളുകൾ വന്നു. അങ്ങനെ ഒന്നിലേറെ ആളുകൾ വന്നതുകൊണ്ട് മീഥൈനും എന്ത് തന്നെയാണ്? മീഥൈനും ഒരു സംയുക്തമാണ്. അടുത്ത സൾഫ്യൂരിക് ആസിഡ്, H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വേഷൻ. H2SO4 എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. അപ്പോൾ H2SO4 എന്ന് പറയുന്ന ആളിൽ ഒന്നിലേറെ ആളുകൾ വന്നു, അതുകൊണ്ട് അവനും സംയുക്തമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി അല്ലേ? മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മാത്രമേ ഉണ്ടാകൂ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂലകങ്ങളിൽ ഏതൊക്കെയുണ്ട്? ഹൈഡ്രജൻ, അതിൽ H മാത്രമാണ്, സ്വർണ്ണത്തിൽ AU, ഗോൾഡ് മാത്രമാണ്, വെള്ളിയിൽ അർജന്റം AU അല്ലെ, AG എന്ന് പറയുന്നതാണ് വെള്ളിയുടെ സിമ്പല്, പ്രതീകം. അപ്പോൾ അതിൽ വെള്ളി മാത്രമാണുള്ളത്. ഹൈഡ്രജൻ്റെ അകത്ത് H മാത്രമാണുള്ളത്. ദെൻ കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് C മാത്രമാണുള്ളത്. ഓക്സിജൻ എടുത്താൽ അതിൻ്റെ അകത്ത് O മാത്രമാണ്. ചെമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് Cu, കോപ്പർ മാത്രമാണ്. ഇനി വേറെയും എക്സാമ്പിൾ പറയാനാണെങ്കിൽ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു മൂലകമാണ്, ബ്രോമിൻ ഒരു മൂലകമാണ്, അയഡിൻ ഒരു മൂലകമാണ്, ഹീലിയം മൂലകമാണ്, നിയോൺ മൂലകമാണ്. അങ്ങനെ ഒരുപാട് മൂലകങ്ങളുണ്ട്. ഈ മൂലകങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും മൂലകം എന്താണ്, സംയുക്തം എന്താണ് എന്നതിനെപ്പറ്റി ബേസിക് ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സ്ലൈഡിലേക്ക് വീണ്ടും വരാം. ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? എന്താണ് മൂലകം? ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട്, നോക്കി, ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധപദാർത്ഥങ്ങളാണെന്ത്? മൂലകങ്ങൾ. അതായത് അതിൽ ഒരു ടൈപ്പ് ആറ്റം മാത്രമേ കാണത്തുള്ളൂ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് H എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആറ്റം മാത്രമേ കാണൂ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് O എന്ന് പറയുന്ന ഒരാൾ മാത്രമേ കാണൂ. O എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ, എത്ര പ്രോട്ടോൺ, എത്ര ന്യൂട്രോൺ എന്നൊക്കെ വെൽ ഡിഫൈൻഡ് ആണ്. ആ ഒരാൾ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ വിളിക്കുക മൂലകങ്ങൾ എന്ന് വിളിക്കുക. ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് തലപോയിക്കേണ്ട മീനിങ് ഒന്നും അതിൻ്റെ അകത്തില്ല. ശുദ്ധപദാർത്ഥം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വേറെ ആരും വന്നിട്ടില്ല. O എന്ന് പറഞ്ഞാൽ O മാത്രമേ ഉള്ളൂ, പുറത്തൊന്നും ഒരുത്തനും വന്നിട്ടില്ല. ഓക്കെ, അതാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള മൂലകങ്ങളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. ഇവിടെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടത്തി 2 പീസാക്കാൻ സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാസപ്രവർത്തനത്തിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ഹൈഡ്രജനെ വിഭജിക്കാൻ പറ്റില്ല, ഓക്സിജനെ വിഭജിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൂലകങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി സംയുക്തങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സംയുക്തങ്ങളെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചു നോക്കി. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണ് എന്ത്? സംയുക്തങ്ങൾ. അപ്പോൾ ഇവർ 2 അതിലധികമോ മൂലകങ്ങൾ ചേരണം. ജലമാണെങ്കിൽ അതിനകത്ത് 2 പേരുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, 2 പേരുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോൾ അതിൽ 3 പേരുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും കൂടാണ്ട് സൾഫറും ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 അതിലധികമോ ആളുകൾ ചേർന്നിരിക്കുന്നു. എങ്ങനെയാണ് ചേർന്നത്? രാസപ്രവർത്തനത്തിലൂടെ, കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് ചേർന്നത്. ഇനി അങ്ങനെ ചേരുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, അവരെ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിയാണ് ചേർന്നത്. ജലമെന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടാകുമ്പോൾ അതിൽ ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ചേർന്നിരിക്കുന്നത്. ഹൈഡ്രജൻ 2 ഉള്ളപ്പോൾ ഓക്സിജൻ 1 അവിടെ വേണം, 1 പാടുള്ളൂ, 1 കൂടാൻ പാടില്ല. ഹൈഡ്രജൻ 2 ഉള്ളപ്പോൾ ഓക്സിജൻ 1 പകരം 2 വന്നാൽ അത് H2O2 എന്ന് പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന മറ്റൊരു സംയുക്തമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും ഇവരെ ചേർന്നിരിക്കുക എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ശുദ്ധപദാർത്ഥങ്ങളാണെന്ത്? സംയുക്തങ്ങൾ. അവിടെയും ആ ശുദ്ധപദാർത്ഥം എന്ന വാക്ക് വന്നു. കാരണം ജലം H2O എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് H2O മാത്രമാണ്, വേറെ ഒരുത്തനെയും കയറ്റാൻ പാടില്ല. അതിൻ്റെ അകത്തേക്ക് ഇത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ കുത്തി കയറ്റി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന സോഡയായിട്ട് മാറും. അത് ആൾ മാറി, വേറെ ആളായിട്ട് മാറി അല്ലേ. അപ്പോൾ H2O എന്ന് പറയുന്ന സംയുക്തത്തിൽ, H2O എന്ന് പറയുന്ന ജലം എന്ന് പറയുന്ന സംയുക്തത്തിൽ അതിൽ ജലം മാത്രമേ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിലേ അതൊരു ജലം എന്ന് പറയുന്ന സംയുക്തമാണെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റത് കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നപ്പോൾ അത് കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന മറ്റൊരു സംയുക്തമായിട്ടാണത് മാറുക. ഓക്കെ, ഇനി അവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിലുണ്ടാകുന്ന ഈ സംയുക്തങ്ങളെ അഥവാ കോമ്പൗണ്ട്സിനെ രാസപ്രവർത്തനങ്ങളിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ സാധിക്കും? കെമിക്കൽ റിയാക്ഷൻ നടത്തി അവരെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ ജലത്തിന് ചില റിയാക്ഷൻസ് നടത്തിയാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ജലം എന്തായിട്ട് മാറും? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ആവും. അങ്ങനെ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് കണ്ടെത്തിയതാരാ?
ഹംഫ്രി ഡേവി ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തി ഹൈഡ്രജനും ഓക്സിജനുമായിട്ടൊക്കെ മാറ്റാമെന്ന് കണ്ടെത്തിയതാരാണ്? ഹംഫ്രി ഡേവി ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇതാണ് മൂലകങ്ങൾ എന്താണ്, സംയുക്തങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ആ 2 വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ കടക്കാൻ പോകുന്നത് എങ്ങോട്ടാണ്? മൂലകങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ പറ്റി ഡീപ്പായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ കെമിസ്ട്രിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ മൂലകങ്ങളാണ്. ഈ മൂലകങ്ങൾ പരസ്പരം റിയാക്ഷനിൽ ഏർപ്പെട്ടുകൊണ്ട്, പരസ്പരം കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുക. ആ സംയുക്തങ്ങളാണ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും അല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം ബേസ് ഈ പറയുന്ന മൂലകങ്ങളും സംയുക്തങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂലകങ്ങളെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയാൽ, ഈ മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ ആ കെമിസ്ട്രിയിൽ ബാക്കി പഠനങ്ങളിൽ എളുപ്പമാകും. അപ്പോൾ അങ്ങനെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് മൂലകങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളെ ഒരേപോലെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില ടേബിളുകളും ചില വർഗീകരണങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം വർഗീകരണങ്ങൾ നമുക്ക് ഇനി നോക്കാനുണ്ട്. അതിനു മുമ്പ് ഈ വർഗീകരണമൊക്കെ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂലകങ്ങളെ എഴുതുന്ന സമയത്ത് നമ്മൾ ഹൈഡ്രജൻ എന്ന് നീട്ടി വലിച്ചെഴുതുന്നതിന് പകരം എച്ച് എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് മാത്രമായിട്ട് സൂചിപ്പിക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഒരു ലെറ്റർ മാത്രമായിട്ട് സൂചിപ്പിക്കുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതീകങ്ങൾ നൽകുക എന്ന് പറയും. പ്രതീകങ്ങൾ, സിമ്പൽ എന്ന് പറയും. ഹൈഡ്രജനെ എച്ച് എന്ന് വിളിക്കുന്നത് ഹൈഡ്രജന്റെ പ്രതീകം എച്ച് ആണ് എന്ന് നമ്മൾ പറയും. ഹീലിയത്തെ നമ്മൾ HE എന്നാണ് വിളിക്കുക. അവിടെ ഹീലിയത്തിന്റെ പ്രതീകം HE ആണ്. അപ്പോൾ ആ രീതിയിലെ മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന രീതി ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്കൊരാളെ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണത് ബെർസീലിയസ്. ആരാണ്? ബെർസീലിയസ്. മൂലകങ്ങൾക്ക് പ്രതീകം നൽകുന്ന രീതി ആവിഷ്കരിച്ചത് ബെർസീലിയസ് ആണ്. ആ ബെർസീലിയസ് എന്നെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ പീരിയോഡിക് ടേബിളിൽ മൊത്തം H എന്നും HE എന്നും N എന്നും F എന്നും ഒക്കെ എഴുതുന്നതിന് പകരം ഹൈഡ്രജൻ എന്നും ഫ്ലൂറിൻ എന്നും ക്ലോറിൻ എന്നും ബ്രോമിൻ എന്നും ഒക്കെ എഴുതി ഒരുപാട് മഷി അല്ലെ, ഒരുപാട് പേനയുടെ മഷി നമുക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നതിനെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എഴുതി പോകാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രതീകങ്ങൾ നൽകുന്നതിന് എന്തെങ്കിലുമൊക്കെ ബേസ് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ 2 എക്സാമ്പിളുകൾ. ഹൈഡ്രജനെ നമ്മൾ H എന്ന് വിളിച്ചു അല്ലേ? ഹീലിയത്തെ എന്താ വിളിച്ചത്? HE എന്നാണ് വിളിച്ചത്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം ഹൈഡ്രജന്റെ ഫസ്റ്റ് ലെറ്റർ H ആണ്, അതുകൊണ്ടാണ് H എന്ന് കൊടുത്തത്. ഹീലിയത്തിന്റെ ഫസ്റ്റ് ലെറ്ററും H ആണ്, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും H വന്നത്. എന്തുകൊണ്ട് ഹൈഡ്രജനെ H എന്ന് വിളിച്ചു, ഹീലിയത്തെ HE എന്ന് വിളിച്ചു? ആ രീതിയിൽ മൂലകങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ ചിലതിന് ഫസ്റ്റ് ലെറ്റർ മാത്രം കൊടുക്കും, ചിലതിന് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും കൊടുക്കും. ഇനി ചിലതിന് ഈ പറയുന്ന ഫസ്റ്റ് ലെറ്ററും അല്ലാതെ കൊണ്ട് ലാറ്റിൻ നെയിമിലുള്ള ലെറ്ററുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നെയിമിൽ, പ്രതീകത്തിൽ വന്നിട്ടുള്ള ചില ചേഞ്ചുകൾ നമ്മൾ ഇനി നോക്കാൻ പോവുകയാണ്. അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ മൂലകങ്ങളും പ്രതീകങ്ങളും എന്ന ഹെഡിങ്ങിൽ ഇവിടെ ഞാൻ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വായിച്ച് നോക്കാം നമുക്ക്. എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരാണ്. ഇവിടെ കാർബൺ എന്ന് പറയുന്ന മൂലകം നമ്മൾ എഴുതുമ്പോൾ CARBON എന്നാണ് സ്പെല്ലിംഗ് വരിക. അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള C ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ, ഇപ്പം നൈട്രജൻ ആയാൽ അവൻ്റെ ഫസ്റ്റ് ലെറ്റർ N ആണ് അവൻ്റെ പ്രതീകത്തിൽ വരിക. സൾഫറിൻ്റെ അവൻ്റെ ഫസ്റ്റ് ലെറ്റർ S ആണ് പ്രതീകത്തിൽ വരിക. ഓക്സിജൻ അവൻ്റെ ഫസ്റ്റ് ലെറ്റർ O ആണ് പ്രതീകത്തിൽ വരിക. അപ്പോൾ ഈ എക്സാമ്പിളുകളിലെല്ലാം ഫസ്റ്റ് ലെറ്റർ, ആ മൂലകത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ എന്തിൽ കൊടുക്കുക? പ്രതീകത്തിൽ കൊടുക്കുക. വേറെയും എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ അല്ലേ, ഫ്ലൂറിന്റെ ഫസ്റ്റ് ലെറ്റർ F ആണ് നമ്മൾ കൊടുക്കുക. അയഡിൻ ഫസ്റ്റ് ലെറ്റർ I ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവരെല്ലാം ഫസ്റ്റ് ലെറ്റർ പ്രതീകത്തിൽ വരുന്ന ആളുകളാണ്. ഇനി അതേ സമയത്ത് ഈ ഫസ്റ്റ് ലെറ്റർ അല്ലാതെ കണ്ട് ഫസ്റ്റ് ലെറ്ററിനോടൊപ്പം തന്നെ സെക്കൻഡ് ലെറ്റർ കൂടി ചേർക്കുന്ന ആളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ? സെക്കൻഡ് ലെറ്റർ കൂടെ കൊടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നോക്കി. ഈ ടേബിളിൽ കൃത്യമായിട്ട് അവരെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാ? അലൂമിനിയം. അലൂമിനിയത്തിന് Aയും Lഉം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ലോറിന് Cയും Lഉം ഉപയോഗിക്കാറുണ്ട്. CH അല്ല ക്ലോറിൻ ഉപയോഗിക്കുക, ക്ലോറിന് Cl ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ക്യൂറിയത്തിന് CM ആണ് ഉപയോഗിക്കുക. ഓക്കെ, Cu അല്ല. കാര്യം Cu ആര് കൊണ്ടുപോയി? കോപ്പർ കൊണ്ടുപോയി അല്ലേ? അപ്പോൾ അതുകൊണ്ട് CM ആണ് ക്യൂറിയത്തിന് ഉപയോഗിക്കുക. കാൽസ്യത്തിന് Ca ആണ് ഉപയോഗിക്കുക. കാൽസ്യത്തിന് Ca ആണ്. കാർബണിന് നമ്മൾ C ഉപയോഗിച്ച് പോയി, അതുകൊണ്ട് കാൽസ്യത്തിന് നമുക്ക് C ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ലെറ്റർ ആയിട്ടുള്ള Aയും കൂടെ ചേർത്ത് കാൽസ്യത്തിന് Ca എന്നാക്കി. അപ്പോൾ അങ്ങനെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആ ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്ത ലെറ്റർ കൂടി ചേർത്താണ് നമ്മൾ പ്രതീകങ്ങൾ കൊടുക്കുക. അങ്ങനെ പ്രതീകങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നോക്കിയേ. കാൽസ്യത്തെ നമ്മൾ ഇങ്ങനെയാണോ എഴുതിയത്? Ca എന്ന് ഇങ്ങനെ എഴുതിയോ? ഇല്ല, ഇങ്ങനെ എഴുതിയില്ല. കാര്യം എന്താ? അവിടെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ Ca ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കൂടെ ചേർത്ത് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെറ്റർ മാത്രം വരുന്ന കേസ്, ഇംഗ്ലീഷ് പേരിലെ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇത് കൂടാതെ കണ്ട് വേറെയും ചില ട്വിസ്റ്റുകൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തെ നമ്മൾ എഴുതുമ്പോൾ PO ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലേ?
പിയും ഓയും ഒന്നും അല്ല പൊട്ടാസ്യത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കൊടുക്കുക. പൊട്ടാസ്യത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? കെ ആണ്. ഈ കെ എവിടുന്ന് വന്നു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അല്ലേ. നമുക്ക് നോക്കാം ഈ കെ എവിടുന്നാണ് വന്നതെന്നുള്ളത്. നോക്കുക, ഈ കെ വന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ അത് ലാറ്റിൻ നാമത്തിൽ നിന്നാണ് വന്നത്. ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് വന്ന ആളുകളെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ എൻ്റെ ലിസ്റ്റിലുള്ള ആളുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം എന്താണ്? കാലിയം എന്നാണ്. ഈ ലാറ്റിൻ നാമം ചോദിക്കാറുണ്ട് കേട്ടോ. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമം കാലിയമാണ്. ആ കാലിയം എന്നുള്ള ലാറ്റിൻ നാമത്തിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് കെ എന്ന് പറയുന്ന എന്ത് വരുന്നത്? പ്രതീകം വരുന്നത്. അതുപോലെ സോഡിയത്തിൻ്റെത് നമ്മളിപ്പോൾ എസ് എടുക്കാന്ന് വെച്ചാൽ എസ് സൾഫറിന് എടുത്തു പോയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ആളിലേക്ക് പോവുകയാണ്. അത് അവൻ്റെ ലാറ്റിൻ നാമത്തിലേക്ക് പോവുകയാണ്. അത് നാട്രിയം എന്ന് പറയുന്നതാണ് ലാറ്റിൻ നാമം. അതിൻ്റെ അകത്ത് നമുക്ക് എന്തിലേക്ക് പോകാം? Na എന്ന് പറയുന്ന നെയിമിലേക്ക് പോകാം. എൻ കൊടുക്കാൻ പറ്റുമോ? എൻ കൊടുക്കാൻ പറ്റില്ല, കാരണം എൻ നൈട്രജനും കൊണ്ടുപോയി. അതുകൊണ്ട് എന്നും എയും കൂടെ ചേർത്തിട്ട് നാട്രിയത്തിന് Na എന്ന് നമ്മൾ കൊടുക്കുന്നു. അടുത്തത് ഫെറമാണ്. ഫെറം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഇരുമ്പാണ് കേട്ടോ. ഇരുമ്പിന്റെ ലാറ്റിൻ നാമമാണ് ഫെറം. ഫെറം എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും കൂടെ ചേർത്തുകൊണ്ട് Fe എന്നാ കൊടുക്കുക. അടുത്ത കോപ്പറിന് കുപ്രം എന്നാണ് ലാറ്റിൻ നാമത്തിൽ പറയുക. അതുകൊണ്ട് Cu ആണ് നമ്മൾ കൊടുക്കുക. ദെൻ ഗോൾഡിന് ഓറം Au എന്നാണ് നമ്മൾ കൊടുക്കുക. വെള്ളിക്ക് അർജന്റം എന്നാണ് വെള്ളിയുടെ ലാറ്റിൻ നാമം. അതിൽ നിന്ന് Ag എന്ന പേരാണ്, Ag എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ് നമ്മൾ പ്രതീകമായിട്ട് കൊടുക്കുക. ദെൻ മെർക്കുറിക്ക് നമ്മൾ ഹൈഡ്രാജനം എന്നുള്ള ലാറ്റിൻ നാമത്തിൽ നിന്ന് Hg എന്നുള്ള പേരാണ് നമ്മൾ കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും ഈ പറയുന്ന ലാറ്റിൻ നാമവും അത് ഏതൊക്കെ മൂലകങ്ങളുടെ ആണെന്നും അതിന്റെ പ്രതീകം ഏതൊക്കെയാണെന്നുള്ളതും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇമ്പോർട്ടൻ്റ് ടേബിളാണ്. നിങ്ങൾക്ക് അറിയാം, കുറേയൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒക്കെ പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. ഇനി അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ വ്യക്തമായിട്ട് ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി ഈ മൂലകങ്ങൾക്ക് പ്രതീകം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ചില മൂലകങ്ങളുടെ പേര് വന്നതിൻ്റെ പുറകിൽ ചെറിയ കളികളുണ്ട്. അതായത് ഒരു മൂലകത്തിന് പേര് കൊടുക്കുമ്പോൾ, പുതിയതായിട്ട് മൂലകത്തെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന് പേര് കൊടുക്കണമല്ലോ. അങ്ങനെ പേര് കൊടുത്തതിൻ്റെ പുറകിൽ ചില കളികളുണ്ട്. ആ കളികളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾക്ക് കാണാം മൂലകങ്ങളും പേര് വന്ന വഴിയും. ഇവിടെ തന്നിരിക്കുന്നത് ഈ എൻ്റയർ ടേബിളിൽ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്നും മൂലകങ്ങൾക്ക് പേര് കിട്ടിയ ആൾക്കാരാണ്. എൻ്റയർ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഓൾറെഡി ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. ഇതല്ലാതെ കണ്ട് ഇതിന് പുറത്തും വേറെയും കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേര് കിട്ടിയ മൂലകങ്ങളുണ്ട്. അതിന് ഞാൻ ഒഴിവാക്കി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ആളുകളെ മാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മിനിമം ഇതെങ്കിലും നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. നോക്കാം, നമുക്ക് അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ അറ്റോമിക് നമ്പറിലോട്ട് കൂടിയത് വരെയാണ് ഓർഡർ ആക്കിയിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് അല്ല ഇവിടെ ഓർഡർ, അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ അറ്റോമിക് നമ്പർ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെർമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫെർമിയത്തിൻ്റെ എത്രയാണ്? 100 ആണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെർമിയത്തിൻ്റെ പേര് വന്നതിൻ്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. അത് എൻറിക്കോ ഫെർമി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ് ഫെർമിയത്തിന് പേര് കിട്ടിയത്. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവരുടെ അറ്റോമിക് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ നോക്കാം. ആദ്യം ക്യൂറിയമാണ്. ക്യൂറിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 96ആണ്. മേരി ക്യൂറിയുടെയും പീരി ക്യൂറിയുടെയും സ്മരണാർത്ഥമാണ് ആ പേര് കൊടുത്തത്. അടുത്ത ഐൻസ്റ്റീനിയമാണ്. ഓഫ് കോഴ്സ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്മരണാർത്ഥമാണ്. 99 ആണ് ഐൻസ്റ്റീനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുക. അടുത്ത മെൻഡലീവിയമാണ്. മെൻഡലിനെ നമ്മളിന്ന് പരിചയപ്പെടും. ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന ജനറ്റിക്സിലെ മെൻഡലുണ്ട്, അദ്ദേഹമല്ല. ഇത് ദിമിത്രി മെൻഡലിയേഫ് എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ മെൻഡലിയേഫ് ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് രസതന്ത്രത്തിലെ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടൻ്റ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതേതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ദിമിത്രി മെൻഡലിയേഫിനോടുള്ള സ്മരണാർത്ഥമാണ് 101ാമത്തെ എലമെന്റിന് പേര് കൊടുത്തത്. ആ എലമെന്റിന്റെ പേര് മെൻഡലീവിയം എന്നാണ്. അടുത്തത് ആൽഫ്രഡ് നൊബേലിന്റെ സ്മരണാർത്ഥം പേര് നൽകപ്പെട്ട നൊബേലിയമാണ്. ദെൻ ഏണസ്റ്റ് റുദർഫോർഡിന്റെ സ്മരണാർത്ഥം. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ആറ്റത്തിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതുപോലെ തന്നെ ന്യൂക്ലിയസിനുള്ളിലുള്ള പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോണിനെയൊക്കെ കണ്ടെത്തിയത്. ദെൻ ആൽഫ ബീറ്റ കണങ്ങളെ കണ്ടെത്തിയ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ദെൻ ആറ്റത്തിന്റെ സോളാർ സിസ്റ്റം മോഡൽ കണ്ടെത്തിയ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് 104ാം നമ്പർ മൂലകത്തിന് പേര് കൊടുത്ത്. മൂലകത്തിന്റെ പേര് റുദർഫോർഡിയം എന്നാണ്. അടുത്താണ് നീൽസ് ബോറിന്റെ സ്മരണാർത്ഥം പേര് നൽകപ്പെട്ട മൂലകം. നീൽസ് ബോർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ മോഡൽസിൽ, ആറ്റം മോഡൽസിൽ നീൽസ് ബോറിന്റെ ബോർ മോഡൽ എന്ന് പറയുന്ന ഒരു ആറ്റം മാതൃകയുണ്ട്. ആ ആറ്റം മാതൃകയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് പഠിക്കാറുള്ളത്. നമ്മളൊക്കെ പൊതുവെ ആറ്റത്തിന്റെ ഷെല്ലുകൾ എന്നൊക്കെ പറയില്ലേ, KLMN എന്നൊക്കെ പറയുന്ന ഷെല്ലുകൾ ആറ്റത്തിനോടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അതെല്ലാം ഈ പറയുന്ന നീൽസ് ബോറിന്റെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നിന്നാണ് വരിക. അതിന്റെ അറ്റോമിക് നമ്പർ, ബോറിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 107 ആണ്. അടുത്ത മെയ്റ്റിനേറിയമാണ്. ലിസ് മെയ്റ്റ്നർ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്, ലേഡി സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരിയുടെ പേരാണ് പുള്ളിക്കാരിയുടെ പേരിൽ നിന്നാണ് മെയ്റ്റിനേറിയം എന്ന് പറയുന്ന മൂലകത്തിന് ആ പേര് കിട്ടിയത്.
അടുത്തത് റോൺജൻ, വില്യം റോൺജൻ കേട്ടോ. വില്യം റോൺജൻ അറിയാം, എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം റോൺജൻ. അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥമാണ് റോൺജനീയം എന്ന് പറയുന്ന മൂലകത്തിന് ആ പേര് കിട്ടിയത്. അതിന്റെ അറ്റോമിക് നമ്പർ 111. അടുത്ത കോപ്പർനീസിയം ആണ്, കോപ്പർനിക്കസ് അല്ലെ, കോപ്പർനിക്കസിനോടുള്ള സ്മരണാർത്ഥമാണ് അതിന് പേര് കിട്ടിയത്. അറ്റോമിക് നമ്പർ 112. ദെൻ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും അവസാനത്തെ മൂലകമാണ് 118ാമത്തെ മൂലകം. മൂലകത്തിന്റെ പേര് ഒഗാനസോൺ ആണ്. ഈ ഒഗാനസോണിന് പേര് കിട്ടിയത് യൂറി ഒഗനേഷ്യൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഈ ടേബിളിലുള്ള എൻ്റെ ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, ഒന്ന് പഠിച്ചു വെക്കണം. ഇനി ഈ പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്ന് മൂലകങ്ങൾക്ക് പേര് കൊടുത്തതുപോലെ തന്നെ ആകാശഗോളങ്ങളിൽ നിന്നും നിറങ്ങളിൽ നിന്നും ഒക്കെ മൂലകങ്ങൾക്ക് പേര് കിട്ടിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം നമുക്കിവിടെ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ടേബിളിന്റെ റൈറ്റ് സൈഡിൽ നെയിംഡ് ആഫ്റ്റർ എന്ന് പറയുന്ന കോളത്തിൽ നോക്കി, ഹീലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. അപ്പോൾ സൂര്യൻ എന്നർത്ഥം വരുന്ന ഹീലിയോസ് എന്ന വാക്കിൽ നിന്നാണ് ഹീലിയം എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ആ ഹീലിയം എന്ന വാക്ക് അല്ലെങ്കിൽ ഹീലിയം എന്ന പേര് നമ്മുടെ അറ്റോമിക് നമ്പറിലെ 2ാമത്തെ മൂലകത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീലിയോസ് എന്ന വാക്ക് സൂര്യൻ എന്ന അർത്ഥം വരുന്ന വാക്കാണ് എന്നുള്ള മനസ്സിലാക്കിയേക്കണം. നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, സൂര്യൻ എന്ന അർത്ഥം വരുന്ന പദം ഏത് മൂലകത്തിനാണ് പേരായിട്ട് നൽകിയതെന്ന് ചോദിക്കും. അപ്പോൾ സൂര്യൻ, സൺ എന്ന് പറയുന്ന വാക്കൊന്നും അല്ല അവിടെ വരുന്നത്, ഏതാണ്? ഹീലിയോസ് എന്ന വാക്കാണ്. അപ്പോൾ ഹീലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം സൺ ആണ് അല്ലെങ്കിൽ സൂര്യനാണ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഹീലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം സൺ എന്നാണ്, സൂര്യൻ എന്നാണ്. അതിൽ നിന്നാണ് ഹീലിയത്തിന് ആ പേര് കിട്ടിയത്. ഇനി ഹീലിയവും സൂര്യനുമായിട്ടുള്ള ഒരു കണക്ഷൻ ജസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രവർത്തനം നടന്നിട്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ഹീലിയമായി മാറുകയാണ് ചെയ്യുക. അങ്ങനെയാണ് സൂര്യനിൽ ഊർജ്ജം നിർമ്മിക്കപ്പെടുക എന്നുള്ളതും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ സൂര്യനിലെ ഊർജ്ജത്തിന്റെ പിന്നിൽ ആ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. അടുത്താണ് സെലിനിയം എന്ന് പറയുന്ന മൂലകം. സെലിനിയം എന്ന് പറയുന്ന മൂലകത്തിന് പേര് കിട്ടിയത് ചന്ദ്രനിൽ നിന്നാണ്. ചന്ദ്രന് സെലീൻ എന്ന് പറയുന്ന ഒരു പേര് കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത പലേഡിയമാണ്. പലേഡിയം എന്ന് പറയുന്ന പല്ലാസ് എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹമുണ്ട്. ആകാശഗോളങ്ങളിലെ ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് പേര് കിട്ടിയ കൂട്ടത്തിൽ ഒരെണ്ണമാണ് പല്ലാസ് എന്ന് പറയുന്ന ചിഹ്നഗ്രഹത്തിൽ നിന്ന് പേര് കിട്ടിയതാണെന്ത്, പലേഡിയം എന്ന് പറയുന്ന മൂലകം. അടുത്ത ടെലൂറിയം. നോക്കിയാൽ ടെലൂറിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെലൂറിയം എന്ന് പറയുന്ന വാക്ക് പരിചയമുള്ള ആളുകൾ, ആ മൂലകത്തെ കേട്ട് കാണും. എന്നാൽ ടെല്ലസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് പരിചയമില്ലാത്തവർ ഇപ്പോൾ പരിചയപ്പെടുക. ടെല്ലസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി എന്നാണ്. അപ്പോൾ ഭൂമി എന്ന് അർത്ഥം വരുന്ന പേരുള്ള മൂലകം ഏതാണ്? അത് ടെലൂറിയമാണ്. ഓക്കെ. അടുത്ത സീറിയം എന്ന് പറയുന്ന കുള്ളൻ ഗ്രഹത്തിൽ നിന്ന് പേര് കിട്ടിയ ആളാണ് സീറിയം എന്ന് പറയുന്ന മൂലകം. ആ സീറിയത്തിന് പേര് കിട്ടിയത് സീറീസ് എന്ന് പറയുന്ന കുള്ളൻ ഗ്രഹത്തിൽ നിന്നാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അടുത്ത നോക്കാം. അടുത്തത് നമ്മുടെ മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറയുന്നത് ഒരു ലോഹമാണ്, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി. അപ്പോൾ ആ മെർക്കുറിക്ക് പേര് കിട്ടിയത് ഗ്രഹത്തിൽ നിന്നാണ്. മെർക്കുറി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന്റെ പേര് തന്നെയാണല്ലോ മെർക്കുറി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്കറിയാം. അടുത്ത യുറാനസിൽ നിന്നും യുറേനിയം എന്ന് പറയുന്ന പേര് കിട്ടി. അതുപോലെ തന്നെ നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്നും നെപ്റ്റ്യൂണിയം എന്ന് പറയുന്ന പേരും. പ്ലൂട്ടോ എന്ന് പറയുന്ന പഴയ ഗ്രഹം അല്ലേ, ഇപ്പോൾ അത് കുള്ളൻ ഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. പ്ലൂട്ടോണിയം എന്ന് പറയുന്ന പേരും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേക്കുക. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഏരിയകളാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ ഗ്രഹങ്ങളിൽ നിന്ന് പേര് കിട്ടിയ ആളുകളുണ്ട്, അതുപോലെ തന്നെ ചിഹ്നഗ്രഹത്തിൽ നിന്ന് പേര് കിട്ടിയ ആളുണ്ട്, ചന്ദ്രനിൽ നിന്ന് പേര് കിട്ടിയ ആളുണ്ട്, ഭൂമിയിൽ നിന്ന് പേര് കിട്ടിയ ആളുണ്ട്, സൂര്യനിൽ നിന്നും പേര് കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിറങ്ങളിൽ നിന്നും പേര് കിട്ടിയാണ്. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ധാരാളം ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. നിറങ്ങളിൽ നിന്നും പേര് കിട്ടിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ക്ലോറിനാണ്. അറ്റോമിക് നമ്പർ 17 ക്ലോറിൻ്റെത്. ക്ലോറിൻ്റെ ക്ലോറസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം പെയിൽ ഗ്രീൻ എന്നാണ്. അതെ, പെയിൽ ഗ്രീൻ എന്നാണ് ഈ പറഞ്ഞ ക്ലോറിൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് ഓർത്തു വെച്ചേക്കുക. ഇതിനടുത്ത് ക്രോമിയം എന്ന് പറയുന്ന മൂലകമാണ്. ക്രോം എന്ന് പറയുന്ന വാക്ക്, ക്രോം എന്ന വാക്കിൻ്റെ അർത്ഥം നിറം എന്ന് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ക്രോമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിറം എന്ന് തന്നെയാണ്. ആ വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്? ക്രോമിയം എന്നുള്ള പേര് വന്നത്. അടുത്ത റുബീഡിയം. റുബീഡിയം ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെച്ചു, പിള്ളേരുടെ പുസ്തകത്തിലൊക്കെ എടുത്ത് പറയുന്ന ഒരാളാണ്. റുബീഡിയം എന്ന വാക്ക് വരുന്നത് റുബീഡസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. റുബീഡസ് എന്ന വാക്കിന് കടും ചുവപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, റെഡിൽ തന്നെ പല വേരിയന്റുകളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ റുബീഡിയസ് എന്ന് പറയുന്ന കടും ചുവപ്പ് എന്നർത്ഥമുള്ള വാക്കിൽ നിന്നാണ് റുബീഡിയം എന്നുള്ള പേര് വരുന്നത്. അടുത്ത് നോക്കിയാൽ റോഡിയമാണ്. റോഡിയത്തിന്റെ പേര് വരുന്നത് റോഡോൺ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അത് ചുവപ്പ് എന്നതിനാണ് അർത്ഥം. റോസിന്റെ ചുവപ്പ് അല്ലെങ്കിൽ റോസ് റെഡ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് റോഡിയത്തിന്റെ പേര് വരുന്നതിന്റെ പുറയുള്ള കാര്യം. അടുത്ത ഇന്ത്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നല്ല ഇന്ത്യത്തിന് പേര് വരുന്നത്. ഇൻഡിഗോ എന്ന് പറയുന്ന നിറത്തിൽ നിന്നാണ്. ഇൻഡിഗോ എന്ന് പറയുമ്പോൾ ഇൻഡിഗോ ചെടിയുടെ നീലയില്ല, ആ നീലയിൽ നിന്ന് തന്നെയാണ്. നീല എന്നുള്ള അർത്ഥത്തിലാണ് ഇൻഡിഗോ എന്ന് പറയുന്ന മൂലകത്തിന് ഇന്ത്യം എന്ന്
ഇൻഡിഗോ എന്ന് പറയുന്ന നിറത്തിൽ നിന്ന് ഇൻഡിയം എന്ന് പറയുന്ന മൂലകത്തിന് പേര് വന്നത്. അടുത്ത അയഡിൻ. അയഡിന് വയലറ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അയഡിൻ എന്ന് പറയുന്ന പേര് വരുന്നത്. അയോസൈഡ് എന്ന് പറയുന്ന വാക്കിന് വയലറ്റ് എന്നർത്ഥമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, അവിടെ വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറയുന്ന വാക്ക് അയഡിനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക. നമ്മുടെ അയഡിൻ ടെസ്റ്റിൽ, ബയോളജിയിൽ നമ്മൾ അയഡിൻ ടെസ്റ്റ് പഠിക്കും. അയഡിൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്ന കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് പദാർത്ഥത്തിലാണോ ടെസ്റ്റ് നടത്തുന്നത് ആ ഒരു പദാർത്ഥത്തിന് അയഡിൻ അയൺ ചേർക്കുമ്പോൾ ഈ പറയുന്ന കടും നീല അല്ലെങ്കിൽ വയലറ്റ് ഷെയ്ഡിലേക്കൊക്കെ വരുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അടുത്ത നോക്കാം. സീസിയത്തിന് ആകാശനീല എന്നർത്ഥമുള്ള CCS എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പേര് വന്നത്. അടുത്തത് പ്രാസിയോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പ്രാസിയോഡിമിയം എന്ന് പറയുന്ന മൂലകത്തിന് പേര് വിടുന്നത്. അതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇറിഡിയം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറിഡിയത്തിന് മഴവില്ല് എന്നർത്ഥം വരുന്ന ഐറിസ് എന്ന് പറയുന്ന വാക്കില്ല, ഐറിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇറിഡിയം എന്ന് പറയുന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ മഴവിൽ എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധമുള്ള മൂലകം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അത് ഇറിഡിയമാണ്, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ താലിയത്തിന് പച്ച എന്നാണ് അർത്ഥം കേട്ടോ. പച്ച കളറിൻ്റെ തന്നെ മറ്റൊരു വേരിയസ് ആണ്, അതിന് താലോസ് എന്നാണ്. എൻ്റെ ഇനിഷ്യൽ വേർഡ് എന്ന് പറയുന്നത് താലോസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആളുകളെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതിൽ ക്ലോറിൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ക്രോമിയം ഇമ്പോർട്ടൻ്റ് ആണ്, റുബീഡിയം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓഫ് കോഴ്സ് നമ്മുടെ ഇൻഡിയം ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ ഇറിഡിയം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മൂലകങ്ങൾക്ക് പേര് വന്ന വഴിയിൽ ഇനി നോക്കാനുള്ള സ്ഥലപ്പേര് കിട്ടിയ മൂലകമാണ്. ചില മൂലകങ്ങൾക്ക് സ്ഥലങ്ങളുടെ പേര് കിട്ടിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത് നമ്മളൊന്ന് പറഞ്ഞേക്കാം. സ്കാൻഡിയം എന്ന് പറയുന്ന മൂലകത്തിന് സ്കാൻഡിനേവിയ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ, ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നുള്ള പേരൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ സ്കാൻഡിനേവിയ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെയാണത്. അപ്പോൾ അതിൽ നിന്നാണ് സ്കാൻഡിയം എന്ന് പറയുന്ന പേര് വരുന്നത്. ജർമ്മനിയിൽ നിന്നാണ് ജർമ്മേനിയം വരുന്നത്, നിങ്ങൾക്ക് കിട്ടും. യൂറോപ്പിൽ നിന്നാണ് യൂറോപ്പിയം വരുന്നത്. പോളണ്ടിൽ നിന്നാണ് പൊളോണിയം വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഫ്രാൻസ്യത്തിന് പേര് വരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നാണ് അമേരിഷ്യത്തിന് പേര് വരുന്നത് കാലിഫോർണിയയിൽ നിന്നാണ് നിഹോണിയം. അതാണ് ഇവിടെ പഠിക്കേണ്ട സാധനം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിഹോണിയത്തിന് പേര് വരുന്നത് ജപ്പാനിൽ നിന്നാണ്. ജപ്പാനെ നമ്മൾ നിപ്പോൺ എന്നും നിഹോൺ എന്നും ഒക്കെ വിളിക്കാറുണ്ടല്ലോ, അതിൽ നിന്നാണ് ഈ ഒരു വാക്ക് വന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ റഷ്യയിലെ മോസ്കോയിൽ നിന്നാണ് മോസ്കോവിയത്തിന് ആ പേര് വന്നതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ മൂലകങ്ങൾക്ക് പേര് വന്നത് എങ്ങനെ, മൂലകങ്ങൾക്ക് പ്രതീകം വന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഈ മൂലകങ്ങളെ വർഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ വർഗീകരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിളിലേക്ക് എത്തുന്നതിന് മുമ്പ് പലതരത്തിലുള്ള വർഗീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വർഗീകരണങ്ങളൊക്കെ പ്രധാനമായിട്ടും ഈ കാണുന്ന ആളുകളൊക്കെയാണ് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആളുകളുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒന്ന് അന്റോണിയോ ലാവോസി ആണ്, മറ്റൊന്ന് ലൂഥർ മേയർ ആണ്, ദെൻ ഡൊബറൈനർ, ന്യൂലാൻസ്, മെൻഡലിയഫ്, ഹെൻറി മോസ്ലി. ഈ ഇവരുടെയൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ മൂലകങ്ങളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ നമ്മൾ നേരെ അങ്ങോട്ട് കിടക്കുകയാണ്. ആദ്യം അന്റോണിയോ ലാവോസി ആണ്. ഈ അന്റോണിയോ ലാവോസി എന്ന് പറയുന്ന ആൾ മൂലകങ്ങളെ എങ്ങനെ വർഗീകരിച്ചു എന്ന് ചോദിച്ചാൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് വർഗീകരിച്ചത്. അപ്പോൾ ഈ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും മൂലകങ്ങളെ വർഗീകരിച്ചത് കൂടാതെ കണ്ട് അദ്ദേഹം കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭാവനകളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അത്തരം കണ്ടെത്തലുകളൊക്കെ നടത്തിയ ആളെന്ന നിലക്ക് ഈ പറയുന്ന അന്റോണിയോ ലാവോസിയെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുക രസതന്ത്രത്തിൻ്റെ പിതാവാരാന്ന് ചോദിക്കും അല്ലേ. രസതന്ത്രത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ബോയിലാണ് കേട്ടോ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രം അഥവാ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്റോണിയോ ലാവോസി ആണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി ഇദ്ദേഹമാണ് ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് അല്ലേ. രസതന്ത്രത്തിലെ വർഗീകരണത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ആരാണ്? ലാവോസിയാണ് കേട്ടോ. രസതന്ത്രത്തിലെ വർഗീകരണത്തിൻ്റെ പിതാവ് ലാവോസിയാണ്. ഇനി ആ രസതന്ത്രം ഇല്ലാതെ കണ്ട് വർഗീകരണത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ അഥവാ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സോണമിയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് കാൾ ലിനേയസ് ആണ്. അത് ബയോളജിയിലാണ്. എന്നാൽ ഇവിടെ രസതന്ത്രത്തിലെ വർഗീകരണത്തിന്റെ പിതാവാരാണ്? അത് അന്റോണിയോ ലാവോസി ആണെന്നുള്ള പഠിച്ചു വയ്ക്കുക. ഇനി ഇതേ അന്റോണിയോ ലാവോസി തന്നെയാണ് രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം അഥവാ യൂണിറ്റ്സ് എന്ന് പറയുന്ന പരിപാടി, അല്ലെങ്കിൽ യൂണിറ്റ്സ് മെഷർമെന്റ്സ് എന്നൊക്കെ പറയുന്ന പരിപാടി, അറ്റോമിക് മാസ് പോലുള്ള സംഗതിയുടെയൊക്കെ തുടക്കം കുറിച്ച ആരാണ്? ഈ പറയുന്ന അന്റോണിയോ ലാവോസി ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട രണ്ട് മൂലകങ്ങളുണ്ട്. ഒന്ന് ഓക്സിജൻ ആണ്, മറ്റൊന്ന് ഹൈഡ്രജൻ ആണ്.
ഓക്സിജനെ കണ്ടെത്തിയതാരാണ്? ഓക്സിജനെ കണ്ടെത്തിയതാരാണെന്നുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാമാരാണ്. അത് ജോസഫ് പ്രീസ്ലി ആണ് അല്ലെ. ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജനെ കണ്ടെത്തിയത്. എന്നാൽ ഓക്സിജന് പേര് കൊടുത്തത് ആരാന്ന് വെച്ചാൽ ആരാണ്? അത് അന്റോണിയോ ലാവോസിയാണ്. ഓക്സിജന് പേര് കൊടുത്തത് അന്റോണിയോ ലാവോസിയാണ്. ഇനി ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ആസിഡിനെ ഉണ്ടാക്കുന്നത്. എന്താണ്? ആസിഡ് മേക്കിംഗ്. ആസിഡിനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ എല്ലാ ആസിഡുകളിലുള്ള മൂലകം ഏതാ? അത് ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. എന്നാൽ ആസിഡ് മേക്കിംഗ് എന്നർത്ഥം വരുന്ന പേര് ഉള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണെന്ന് പഠിച്ചു വെക്കുക. ഇനി ഹൈഡ്രജന് പേര് കൊടുത്തത് ആരാ? അതും ഇതേ അന്റോണിയോ ലാവോസിയാണ്. ഹൈഡ്രജന് പേര് കൊടുത്തതും അന്റോണിയോ ലാവോസിയാണ്. ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ആരാ? അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണെന്ന് ഓർക്കുക. എന്നാൽ ഹൈഡ്രജന് പേര് കൊടുത്തത് ലാവോസിയ തന്നെയാണ്. ഇനി ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അപ്പോൾ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉണ്ടാക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ലാവോസിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ മൂലകങ്ങളെ ലാവോസി എങ്ങനെയാണ് വർഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് വർഗീകരിച്ചത്. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാവും ലോഹവും അലോഹം അല്ലാതെ കണ്ട് ഇതിനിടക്ക് വരുന്ന വേറെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്ന മൂലകങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ അദ്ദേഹം ലോഹമെന്നും അലോഹമെന്നും വർഗീകരിച്ചു. എന്നാൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ക്ലാസിഫിക്കേഷനുകൾ സാധ്യമാണോ എന്നൊക്കെ അന്വേഷിച്ച മറ്റു ചില ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് മൂലകങ്ങളുടെ സ്വഭാവങ്ങളെ വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചു. അതിലൊരാളാണ് നമ്മുടെ ഡോബറൈനർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ഈ ഡോബറൈനർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മൂലകങ്ങളെ 3 മൂലകങ്ങൾ വീതമുള്ള ബോക്സുകളാക്കി തരംതിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ബോക്സുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബോക്സിലുള്ള മൂലകങ്ങളെല്ലാം ഒരേ സ്വഭാവ സവിശേഷതയുള്ള ആളുകളാണ്. ഇവരുടെ എല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ മൂലകങ്ങളെല്ലാം ഏതാണ്ട് ഒരേ രീതിയിലാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യത്തെ ഒരു ബോക്സ് നോക്കി, അതിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഈ 3 പേരും ലിഥിയം ആയിക്കോട്ടെ, സോഡിയം ആയിക്കോട്ടെ, പൊട്ടാസ്യം ആയിക്കോട്ടെ, ഈ 3 പേരും വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ലോഹങ്ങളാണ്. വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ലോഹങ്ങളാണ് ഏതൊക്കെ? ലിഥിയവും സോഡിയവും പൊട്ടാസ്യം എന്ന് പറയുന്ന ആൾക്കാർ. ഇനി ഈ പറയുന്ന ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്ന 3 പേരുടെയും മറ്റൊരു പ്രത്യേകത ഇവര് സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഇവര് കാഠിന്യം കുറവുള്ള മെറ്റൽസ് ആണ്. താഴെ പറയുന്നതിൽ മൃദു ലോഹങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ സോഫ്റ്റ് മെറ്റൽ അല്ലാത്തത് ഏത്, മൃദുലോഹം അല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലാതെ വേറെ ആരാണോ ഓപ്ഷൻ ഉള്ളത് അവനെ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ത്രികങ്ങളിൽ അഥവാ ഡോബറൈനറുടെ ട്രയാഡുകളിൽ ഇവരെ നമ്മൾ വിളിക്കുന്നത് ഇവരെ ട്രയാഡ് എന്നാണ് കേട്ടോ. ത്രികങ്ങളെ നമ്മൾ ട്രയാഡ് എന്നാണ് പറയുക. ഈ ട്രയാഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവർക്ക് എന്തുമായാണ് ബന്ധമുള്ളത്? അറ്റോമിക മാസുമായിട്ടാണ് ബന്ധമുള്ളത്. അറ്റോമിക മാസുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ അറ്റോമിക മാസ് ഇവിടെ കാണാം. ലിഥിയത്തിൻ്റെത് 7 ആണ്, സോഡിയത്തിൻ്റെത് 23 ആണ്, പൊട്ടാസ്യത്തിൻ്റെ 33 ആണ്. ഇതിൽ അവസാനത്തെ ആളുടെ, അതായത് ഈ പറയുന്ന പൊട്ടാസ്യത്തിൻ്റെയും ആദ്യത്തെ ആളായിട്ടുള്ള ലിഥിയത്തിൻ്റെയും അറ്റോമിക മാസിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 6 കിട്ടും, നടുക്കുള്ള ആളുടെ കിട്ടും. ഓക്കെ, ആദ്യത്തെയും അവസാനത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ശരാശരി ആയിരിക്കും നടുക്കുള്ള ആൾക്കെന്നുള്ളൊരു പ്രത്യേകത കൂടി എന്തിനുണ്ട്? ത്രികങ്ങൾ കൊണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഡോബറൈനറുടെ ത്രികങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം കേട്ടോ. ആ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? കാൽസ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്. അടുത്ത ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതും ത്രികങ്ങൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ആരൊക്കെയാണ്? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. വേറെയും ഒരു എക്സാമ്പിൾ ഉണ്ട്, അയൺ, കൊബാൾട്ട്, നിക്കൽ. ആരൊക്കെയാണ്? അയൺ, കൊബാൾട്ട്, നിക്കൽ. ഇതും ട്രയാഡിന് എക്സാമ്പിൾ ആണെന്നുള്ളത് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ത്രികങ്ങളുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. മൂലകങ്ങളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോക്സുകളായിട്ടാണ് അവിടെ തരംതിരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ക്ലാസിഫൈ ചെയ്യുക. അവിടെ അറ്റോമിക മാസുമായിട്ടാണ് ഇതിന് ബന്ധം. അറ്റോമിക മാസിന്റെ ബന്ധം എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ആവറേജ് ആയിരിക്കും നടുക്കുള്ള ആൾക്കുള്ളത് മനസ്സിലാക്കുക. അത് കൂടാതെ കൊണ്ട് ഈ ഒരേ ബോക്സിലുള്ള മൂലകങ്ങൾ ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളവരായിരിക്കും എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഈ പറയുന്ന ഡോബറൈനറുടെ ത്രികങ്ങളിൽ നമുക്കറിയാം 3 വീതമുള്ള ബോക്സുകളാണ്. അപ്പോൾ അതിൽ കുറച്ച് മൂലകങ്ങളെ മാത്രമേ അവിടെ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ട്രെൻഡ് മനസ്സിലാക്കി ഈ പറയുന്ന മൂലകങ്ങളുടെ അറ്റോമിക മാസിലുള്ള ഒരു ട്രെൻഡ് മനസ്സിലാക്കിയ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമങ്ങൾ എന്ന് പറയുന്നതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡോബറൈനറുടെ ട്രയാഡ്സിൽ ചെയ്ത പോലെ തന്നെ അറ്റോമിക് മാസുമായിട്ടാണ് എന്തിനും ബന്ധമുള്ളത്? ഈ പറയുന്ന അഷ്ടക നിയമങ്ങൾക്കും ബന്ധമുള്ളത്. നമ്മുടെ ന്യൂലാൻഡ്സ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്ലെങ്കിൽ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്ന മൂലകങ്ങളെ
അവരുടെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൂടി വരുന്ന ക്രമത്തിൽ 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർഡറിൽ അങ്ങ് അടുക്കി. അങ്ങനെ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ അടുക്കിയപ്പോൾ 1ാമത്തെ മൂലകത്തിനും 8ാമത്തെ മൂലകത്തിനും ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസ് കാണാൻ സാധിച്ചു. അതുപോലെ 2ാമത്തെ മൂലകത്തിനും 9ാമത്തെ മൂലകത്തിനും സിമിലാരിറ്റീസ് ഉണ്ടായി. അതേപോലെ തന്നെ 3ാമത്തവനും 10ാമത്തവനും തമ്മിലും എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി ഉള്ളതായിട്ട് മനസ്സിലായി. എന്ന് വെച്ചാൽ ഓരോ 8ാമത് വരുന്ന മൂലകവും ആദ്യത്തെ മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു മൂലകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ, അറ്റോമിക് മാസിലെ പ്രത്യേക അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി എന്തൊക്കെയാണോ അതേ പ്രോപ്പർട്ടി തന്നെ 8ാമത് വരുന്ന ആൾക്കുമുണ്ട്. ഓരോ 8 ഗ്യാപ്പിന് ശേഷവും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇവിടെ തന്നിരിക്കുന്ന ടേബിൾ പ്രകാരം ലിഥിയവും സോഡിയവും തമ്മിലൊരു എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട്, ബെറിലിയവും മഗ്നീഷ്യവും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബോറോണും അലുമിനിയം തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു കണ്ടെത്തലാണ് അവിടെ നടത്തിയത്. അപ്പോൾ അത് അഷ്ടക നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. ഇതിനെ തന്നെയാണ് രസതന്ത്രത്തിലെ അത് തന്നെ സംഗീതം എന്നറിയപ്പെടുന്നതാണ്. രസതന്ത്രത്തിലെ സംഗീതം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മ്യൂസിക് ഇൻ കെമിസ്ട്രി എന്നറിയപ്പെടുന്നു. അഷ്ടക നിയമങ്ങൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും കേട്ടോ. എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നതും എന്തിനെ തന്നെയാണ്, അഷ്ടക നിയമത്തെ തന്നെയാണ്. ഓക്കെ, അഷ്ടകം പൂർത്തിയാക്കൽ എന്ന് പറഞ്ഞ് വേറൊരു സംഗതിയുണ്ട്. അവസാനത്തെ ഷെഡിലെ 8 ഇലക്ട്രോണുകളെ കൈവരിക്കുന്ന ഒരു പരിപാടി, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്തായാലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന രസതന്ത്രത്തിലെ സംഗീതം എന്നറിയപ്പെടുന്ന ന്യൂലാൻഡ്സ് ആണ് കണ്ടെത്തിയത്. അറ്റോമിക മാസുമായിട്ടാണ് ഇതിന് ബന്ധം. ഇനി എന്തുകൊണ്ട് ഇതിനെ രസതന്ത്രത്തിലെ സംഗീതം എന്ന് വിളിച്ചു? സംഗീതം നിങ്ങൾക്ക് അറിയാം അല്ലെ, സരിഗമ പദനിസ എന്ന് പറയുന്ന സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ 7 കഴിഞ്ഞാൽ വീണ്ടും 8ാമത് ആര് തന്നെ വരുന്നത്? സരിഗമ പദനി കഴിഞ്ഞിട്ട് വീണ്ടും ആര് തന്നെ വരും? സാ തന്നെ വരും. അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഇവിടെയുമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിച്ചത്? ഈ പറയുന്ന രസതന്ത്രത്തിലെ സംഗീതം എന്ന് വിളിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയാണ് ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഡോബറൈനയുടെ ത്രികങ്ങളിലും ഇപ്പം നമ്മൾ പഠിക്കുന്ന ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമങ്ങളിലും അറ്റോമിക മാസുമായിട്ടാണ് കണക്ഷൻ എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയാണ്. നമ്മുടെ മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ടേബിൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത്, ഒരു പ്രോപ്പർ ടേബിൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിലാണ്. ഇദ്ദേഹമാണ് ഒരു പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊട്ട് മുമ്പ് ന്യൂലാൻഡ്സ് ചെയ്ത പരിപാടിയില്ലേ, അതായത് അറ്റോമിക മാസ് അനുസരിച്ച് ഓർഡർ ആക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു, ഓരോ 8 കഴിയുമ്പോൾ ആവർത്തിച്ച് വരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയുടെ ബേസ് എന്ന് പറഞ്ഞത്. നോക്കിയേ, അദ്ദേഹത്തിന്റെ ഒരു ക്രമാവർത്തന നിയമമുണ്ട്. മെൻഡലിയേഫിന്റെ ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ പീരിയോഡിക് ലോ, ആവർത്തന നിയമം എന്നൊക്കെ പറഞ്ഞൊരു സംഗതിയുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. അതായത് അറ്റോമിക മാസിന്റെ ഒരു പർട്ടിക്കുലർ ഇടവേള കഴിയുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും എന്ന് പറയുന്ന ഒരു നിയമമാണ് മെൻഡലിയേഫിന്റെ ക്രമാവർത്തന നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം. അപ്പോൾ ഈ നിയമം പ്രകാരം ആണ് എന്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടിക ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ആ ടേബിളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമമാണ് എന്നുള്ള ക്രമാവർത്തന നിയമം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? അത് മെൻഡലിയേഫിന്റെ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിനുശേഷം മറ്റൊരു ക്രമാവർത്തന നിയമം വരുന്നുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യില്ല, അടുത്ത ക്ലാസ്സിലായിരിക്കും. എന്നാലും അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ അറ്റോമിക മാസ് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പറയുന്ന മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിൾ ഒന്ന് കാണാം. എന്താണ് മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിൾ ഉള്ളതെന്ന് നമ്മളൊന്ന് നോക്കാൻ പോവാണ്. ഈ കാണുന്നതാണ് മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിൾ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റോസും കോളംസും ഒക്കെ ഉണ്ടല്ലേ. അതായത് ഇങ്ങോട്ട് ഗ്രൂപ്പ് എന്ന പേരിൽ ഇവിടെ 1 മുതൽ 8 വരെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഗ്രൂപ്പുകൾ എത്രയുണ്ട്? മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾ 8 എണ്ണമാണുള്ളത്. എത്ര പീരീഡുകളുണ്ട്? ഇവിടെ താഴത്തേക്ക് 1, 2, 3, 4, 5, 6 പീരീഡുകളുണ്ട്. എത്രയുണ്ട്? 6 പീരീഡുകളുമാണ് മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിലുള്ളത്. ഓക്കെ, അങ്ങനെ 8 ഗ്രൂപ്പുകളിലും 6 പീരീഡുകളിലുമായിട്ടാണ് അദ്ദേഹം മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഇത് കൂടാതെ കൊണ്ട് ഈ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അദ്ദേഹം ഒരേ സ്വഭാവ സവിശേഷതകളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരേ സ്വഭാവമുള്ള ആൾക്കാർ എവിടെ വന്നത്? ഒരേ ഗ്രൂപ്പിലാണ് വന്നത്. ഇപ്പം നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ആധുനിക ആവർത്തന പട്ടികയിലും അങ്ങനെ തന്നെ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ എവിടെ വരുന്നത്? ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ, ഇനി അത് കൂടാതെ കണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അലൂമിനിയം എന്ന് പറയുന്ന മൂലകം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ കാണുന്ന മൂലകം ഇവിടെ നിങ്ങൾ അലൂമിനിയത്തെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ അലൂമിനിയത്തിന്റെ തൊട്ട് താഴത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴത്ത് ഒരു ബോക്സിൽ ഒരു വേക്കന്റ് സ്പേസ് കണ്ടില്ലേ?
അവിടെയുള്ള മൂലകം ഏതാണ് എന്നുള്ളത് എഴുതിയിട്ടില്ല. കാര്യം എന്താ എഴുതാഞ്ഞതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അന്ന് ആ മൂലകത്തെ കണ്ടുപിടിച്ചിട്ടില്ല. ആ മൂലകം അന്ന് കണ്ടുപിടിച്ചു, ആ ഗ്യാപ്പ്, അവിടെ ഒരു ഗ്യാപ്പ് വന്നു, അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഗ്യാപ്പ് കണ്ടല്ലേ, ഈ മൂലകത്തെ നിങ്ങൾ പിന്നെ കണ്ടെത്തും. ചിലപ്പോൾ ഞാൻ ചത്തിട്ടായിരിക്കും, ഞാനല്ല മെൻ്റലിയഫ്, ഓക്കെ, മെൻ്റലിയഫ് മരണപ്പെട്ടിട്ടായിരിക്കും, എന്നാലും നിങ്ങളത് പിന്നെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുമ്പോൾ ആ മൂലകത്തെ ഒരു മനുഷ്യൻ്റെ കൈവെള്ളയിൽ വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കൈവെള്ളയിൽ വെച്ചാൽ അത് ഉരുകും. അതായത് ആ മൂലകം ഉരുകിപ്പോകുമെന്ന് പറയും. മറ്റു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ താപനിലയിൽ ഉരുകിപ്പോകുന്ന ഒരു മൂലകമായിരിക്കും അലൂമിനിയത്തിൻ്റെ താഴത്ത് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. അതായത് ഭാവിയിൽ കണ്ടെത്താൻ പോകുന്ന ഒരു മൂലകത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ള അദ്ദേഹം ഈ ടേബിൾ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യും. എന്നിട്ട് ആ മൂലകത്തിന് ഒരു പേരും കൊടുത്തു. ആ മൂലകത്തിന് അദ്ദേഹം കൊടുത്ത പേരാണെന്ത്? എക്ക അലൂമിനിയം എന്ന് വിളിച്ചു. എന്താണ്? എക്ക അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ താഴത്തുള്ളവനെ എക്ക അലൂമിനിയം എന്ന് വിളിച്ചു. എന്നിട്ട് പിന്നീട് ശാസ്ത്രലോകം ആ മൂലകത്തെ കണ്ടെത്തി. ആ മൂലകം ഏതാണ്? അത് ഗാലിയമാണ്. ഏതാണ്? ഗാലിയം. ഞാനിതെൻ്റെ കയ്യിലെടുത്താൽ ഇത് ഉരുകുമെന്ന് മെൻ്റലിയഫ് പറഞ്ഞത് ഏത് മൂലകത്തെ പറ്റിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ഗാലിയമാണ്. പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഗാലിയത്തെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കണ്ട് നോക്കിയാൽ തൊട്ടടുത്ത് അലൂമിനിയം കഴിഞ്ഞാൽ അടുത്ത് സിലിക്കൺ ഇവിടെ കണ്ടില്ലേ? സിലിക്കണിൻ്റെ താഴത്ത് അവിടെ ഒരു സ്പേസ് ഇവിടെ കണ്ടില്ലേ? സിലിക്കണിൻ്റെ താഴത്ത് ഒരു സ്പേസ് കൂടെ ഉണ്ട്. അങ്ങനെ സിലിക്കണിൻ്റെ താഴത്ത് നമ്മൾ പിന്നീട് കണ്ടെത്താൻ പോകുന്ന മൂലകത്തിനെ അദ്ദേഹം എന്ത് വിളിച്ചു? എഗാ സിലിക്കൺ എന്ന് വിളിച്ചു. ഈ എഗാ സിലിക്കൺ ഇന്ന് ഏത് മൂലകമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ജെർമേനിയമാണ്. ഓക്കെ, എഗാ സിലിക്കൺ ഏതാണ്? ജെർമേനിയമാണ്. സിലിക്കണിൻ്റെതായ സെയിം സിമിലാരിറ്റീസ് ഒക്കെ ഉള്ള മൂലകമാണ് ഇത് ജെർമേനിയം എന്ന് പറയുക. സിലിക്കണും ജെർമേനിയം ഒക്കെയാണ് നമ്മൾ ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും IC ചിപ്പുകളും മൈക്രോ പ്രോസസ്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവർ മെറ്റലോയിഡുകൾ അഥവാ ഉപലോഹങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ ഭാവിയിൽ കണ്ടെത്താൻ പോകുന്ന മൂലകങ്ങളെ പറ്റി, അവരുടെ സ്വഭാവ സവിശേഷതകളെ പറ്റിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയുക, ഒരു എബിലിറ്റി അദ്ദേഹത്തിന് ഈ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്നതിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി ഈ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലൂടെ നമുക്ക് ലഭിച്ച, അല്ലെങ്കിൽ ഇതിൻ്റെ ചില പ്ലസ് പോയിന്റുകളും മൈനസ് പോയിന്റുകളും കൂടി ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് നോക്കണം. എന്തൊക്കെയാണ് നോക്കി? മെൻ്റലിയഫിൻ്റെ ആവർത്തന പട്ടികയുടെ സവിശേഷതകളാണ്. അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഡോബറൈനർ തൃകങ്ങളായിക്കോട്ടെ, ന്യൂലാൻഡ്സിൻ്റെ അഷ്ടക നിയമം ആയിക്കോട്ടെ, മെൻ്റലിയഫിൻ്റെ ആവർത്തന പട്ടികയായിക്കോട്ടെ, ഇതെല്ലാം അറ്റോമിക മാസുമായിട്ടാണ് ബന്ധമുള്ളത്. ഇവിടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ന്യൂലാൻഡ്സ് തന്നെ ചെയ്താൽ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങൾ അടുക്കുക എന്നുള്ള ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ എന്തായാലും അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് അടുക്കിയത്. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? കളങ്ങൾ ഒഴിച്ചിടുകയും അവരുടെ ഗുണങ്ങൾ എന്ത് ചെയ്തു? പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗാലിയത്തെ പറ്റി അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ദെൻ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധമാണ് വർഗീകരിച്ചത്. അല്ലെ, ഒരേ പ്രോപ്പർട്ടിയുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിലാണ് വന്നത്. അങ്ങനെ ഒരേ ഗ്രൂപ്പിലാക്കിയത് കൊണ്ട് ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ ഒരേ രീതിയിലുള്ള സംയുക്തങ്ങളൊക്കെ ആയിരിക്കാം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അവരുടെ പഠനം, ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ എളുപ്പമാക്കിയിട്ടുണ്ടെന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. അതായത് മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഇവൻ ഈ ഗ്രൂപ്പിലാണ് വരേണ്ടത്, എന്നാൽ അറ്റോമിക മാസ് നോക്കുമ്പോൾ ഇവൻ അവിടെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ എന്തിനാണ്? പ്രോപ്പർട്ടി സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രോപ്പർട്ടി സെയിം ആക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെയൊക്കെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം മൈൻഡ് ചെയ്യാതെ കൊണ്ട് ഒരേ ഗ്രൂപ്പിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ചിലയിടത്തൊക്കെ ഈ അറ്റോമിക മാസിൻ്റെ ക്രമമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ചില കേസിൽ അറ്റോമിക മാസിൻ്റെ ഓർഡർ കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടിയും വന്നിട്ടുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ കുറേ കോംപ്രമൈസുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല എന്നുള്ളത് അവിടെ നിന്ന് തന്നെ ബോധ്യമാണ്. പീരിയോഡിക് ടേബിളിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരേ പ്രോപ്പർട്ടിയുള്ള മൂലകങ്ങൾ അല്ല, ഒരേ പ്രോപ്പർട്ടിയുള്ള മൂലകങ്ങളാണ് ഗ്രൂപ്പിൽ വരേണ്ടതെങ്കിലും ഒരേ പ്രോപ്പർട്ടി അല്ലാത്ത ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയുള്ള ആളുകൾ ചിലപ്പോൾ ഒരേ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഈ ഒരു പീരിയോഡിക് ടേബിളിന് ചില പോരായ്മകളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയുള്ള പോരായ്മകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വന്ന മറ്റൊരു പീരിയോഡിക് ടേബിളാണ് ഇത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സംഗതി അല്ലേ, മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇനി നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നത്. ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇത്രയും നാളും നമ്മൾ അറ്റോമിക മാസിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയെങ്കിൽ ഇവിടെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്?
ആ മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിനെ സക്സസ് ആക്കാൻ കാരണം. കാരണം മൂലകങ്ങളുടെ സ്വഭാവം അറ്റോമിക മാസിനെയല്ല നമ്പറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കണ്ടെത്തലായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ തുടർന്നിട്ടാണ് ഈ പീരിയോഡിക് ടേബിൾ, ഇന്നത്തെ പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മളിനി അടുത്ത ക്ലാസ്സിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആധുനിക ആവർത്തന പട്ടികയെ പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാനുണ്ട്. ദെൻ ആറ്റം മോഡലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ആറ്റം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. വീണ്ടും കാണുന്നൊരു ഗുഡ് ബൈ. താങ്ക് യു.